ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ലു ദിനേശ് വ്ളോഗ്. എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇല്ലിക്കക്കല്ലാണ് കേട്ടോ. ഇല്ലിക്കക്കല്ലിലെ മനോഹാരിതയിലേക്കാണ് നിങ്ങളെ ഞാനിന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കാഴ്ചകളിലേക്ക് നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു. വീഡിയോ അവസാനം വരെ കാണണം. നമുക്ക് പോവുകയും വരികയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ പോയ ജീപ്പ് കയറ്റെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കയറ്റമാണ്. ഞാൻ മുമ്പ് 2 പ്രാവശ്യം ഈ റൂട്ടിൽ പോയിട്ടുള്ളതാണ്. എനിക്ക് ഈ റോഡിൻ്റെ രീതിയും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. കാണുന്ന ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്കാണ് ഇല്ലിക്കക്കല്ല്. നേരെ പോകുമ്പോഴത്തേക്ക് 7 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും ഇലവീഴ പൂന്തുറ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇല്ലിക്കക്കല്ലിലേക്കാണ് പോകുന്നത്. റൈറ്റാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. നമ്മളിതേ ഇല്ലിക്കക്കല്ലോട്ട് എത്താൻ പോകാം കേട്ടോ. ഇത് ഇവിടുന്ന് റൈറ്റ് കാണുന്ന റോഡിലേക്കാണ് നമുക്ക് കയറി പോകേണ്ടത്. പാർക്കിംഗ് ഏരിയ കണ്ടോ അവിടെ? ഇതാണ് ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. എൻട്രി ഫീ 20 രൂപ. സീനിയർ സിറ്റിസൺ. ടിക്കറ്റ് എടുത്തു. എൻട്രി ഫീ ആയി 20 രൂപ മാത്രമേ എടുത്തു കേട്ടോ. കാരണം ഞാൻ നടന്ന് കയറാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഇവിടെ നിന്നാൽ മതി. നിങ്ങൾ ജീപ്പിനുള്ള ഫീ അടച്ചിട്ട് ഇവിടെ നിന്നാൽ മതി. അപ്പോൾ ജീപ്പ് മുകളിലോട്ട് പോയിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കും നിങ്ങളെ കൊണ്ട് പോകുന്നതാണ് കേട്ടോ. വെയിലുണ്ട്, പക്ഷേ നല്ല തണുപ്പുണ്ട്, കുഴപ്പമില്ല. അതേ ജീപ്പ് വരുന്നുണ്ടോ? ഇതേപോലുള്ള ജീപ്പുകളിൽ നമുക്ക് പോവുകയും വരികയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നടന്ന് കയറുന്നതുകൊണ്ടാണ് ജീപ്പ് എടുക്കാതിരുന്നത്. ജീപ്പിന് 59 രൂപയാണ് ഒരാൾക്ക്. നിങ്ങൾ കണ്ടായിരുന്നല്ലോ. ഈട്ട് നശിപ്പിച്ചാണോ അതോ സ്വമേധയാ തീ പിടിച്ചാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഒരു വല്ലാത്തൊരു കാഴ്ചയായത്. കുത്തിനുള്ള കയറ്റമാണ്. കുഴപ്പമില്ല, പക്ഷെ കൊള്ളാം. നല്ല കാറ്റുണ്ട്. വായ പിടിച്ചങ്ങ് കയറി പോവാം. ഇവിടെ നിന്നൊക്കെ ഇതേ ഇറങ്ങിപ്പോകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഓ, കിട്ടില്ല കാഴ്ചകളാട്ടോ. ഇത് പുല്ലെല്ലാം ഉണങ്ങിയിരിക്കുന്ന കാരണം ആ പച്ചപ്പും ഹരിതാപയൊക്കെ അങ്ങ് നഷ്ടമായ പോലെ തോന്നുന്നു. കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്. ഈ കല്ലിലേക്ക് പോകാനേ ഒരുപാട് ഷോർട്ട് കട്ടുകളുണ്ട്. ഇതൊരു ചെറിയ ഷോർട്ട് കട്ടാണ്. ഇതുവഴി നമുക്ക് പോകാവുന്നേ ഉള്ളൂ. ട്രെക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ റൂട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഞാനും ട്രെക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്, പക്ഷേ ഈ വീഡിയോ എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നു. സഞ്ചാരികളെ കൊണ്ട് തലങ്ങും വിലങ്ങും വായും. കാറ്റാണ്. ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുമല്ല, ഇത് കയറുന്ന കാരണമുള്ള ഒരു കിതപ്പ് കാരണമായി സ്ലോവായിട്ട് സംസാരിക്കാനും പറ്റുന്നില്ല. നമ്മുടെ കൂടെ വന്ന അച്ഛന്മാരാട്ടോ. ഇതാ കാണുന്ന മലയ്ക്ക് പിറകിലാണ് നമുക്ക് വേണ്ടി നമ്മുടെ ഇല്ലിക്കക്കല്ലിൽ വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമുക്കവിടെ എത്തിച്ചേരും. ജീപ്പുകൾ തലങ്ങും വിലങ്ങും വന്നിട്ടിരിക്കും.
കണ്ണിൽ നോക്കും നേരം ഉള്ളിനുള്ളിൽ തോളുമ്പോൾ ഇതെന്തോ പേടിക്കണ്ട, ഞാൻ പാട്ട് പാടി പേടിപ്പിച്ചല്ലോ കേട്ടോ. ദുൽഖർ സൽമാൻ അമൽ നീരജ് ചിത്രമായ CIയുടെ ആ സോങ് ചിത്രീകരിച്ചത് ഏറെക്കുറെ ഇല്ലിക്കക്കല്ലിലാണ് കേട്ടോ. നിങ്ങളൊന്ന് ആ പാട്ടൊന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ. ഇപ്പോൾ തന്നെ പോകണ്ട, എൻ്റെ വീഡിയോ മൊത്തം കണ്ടിട്ട് പോയാൽ മതി കേട്ടോ. അങ്ങനെ നടന്ന് അവസാനം നമ്മൾ ബേസ് ക്യാമ്പിലെത്തി കേട്ടോ. സ്വകാര്യ വാഹനത്തിലൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. DTPC കോട്ടയത്തിൻ്റെ ജീപ്പിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഇവിടെ വന്ന് ചായ കുടിക്കേണ്ടവർക്ക് ചായ കുടിക്കുക. അടിപൊളി വിഷ്വലാണ്. ഇല്ലിക്കക്കല്ല് മറന്നു പോയ അതിൻ്റെ താഴ്വാരത്തെ കാഴ്ച. അങ്ങനെ നമ്മൾ ഇല്ലിക്കക്കല്ല് കയറ്റം ആരംഭിച്ചിരിക്കുക കേട്ടോ. 2 സൈഡിലും ഹാൻഡ് റെയിൽസ് ഉണ്ട് പിടിച്ച് കയറാൻ വേണ്ടിയിട്ട്. പ്രായമുള്ളവർക്കും കുട്ടികൾക്കും ലേഡീസിനൊക്കെ കയറാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇത്രയധികം ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഇങ്ങോട്ടേക്കുള്ള റോഡ് തന്നെയാണ് കേട്ടോ. റോഡുകളൊക്കെ കിഡിലിനാക്കിയ പിന്നെ ആർക്കും ഇങ്ങോട്ട് എപ്പോൾ വേണമെങ്കിലും വരാവുന്നൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. നിങ്ങൾ തന്നെ നോക്കി എന്തുമാത്രം ലേഡീസും കുട്ടികളും പ്രായമുള്ളവരൊക്കെ നല്ല കയറാൻ വരുന്നു. എങ്ങനെയുണ്ട് ചേട്ടാ? അടിപൊളി. ഇല്ലിക്കക്കല്ല് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. മീനച്ചിലാറിൻ്റെ ഉത്ഭവം ഈ മലയിൽ നിന്നാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരമുണ്ട് നമ്മുടെ ഇല്ലിക്കക്കല്ലിന്. ട്രെക്കിംഗ് പ്രേമികളുടെ ഇഷ്ട ലൊക്കേഷനാണ് ഇല്ലിക്കക്കല്ല്. മീനച്ചി താലൂക്കിൽ മൂന്നിലാവ് തലനാട് ഗ്രാമങ്ങൾക്ക് അടുത്തായിട്ടാണ് ഈ മനോഹരമായ ഭൂപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. കുടക്കല്ല്, കൂനങ്കല്ല് എന്നുകൂടി അറിയപ്പെടുന്ന 3 പാറക്കൂട്ടങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഇല്ലിക്കക്കല്ല്. DTPC കോട്ടയമാണ് ഇതിൻ്റെ സംരക്ഷണവും നടത്തിപ്പൊക്കെ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത ടൗൺ എന്ന് പറയുന്നത് ഈരാറ്റുപേട്ട, തൊടുപുഴ എന്നീ സ്ഥലങ്ങളാണ് കേട്ടോ. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 57 കിലോമീറ്ററും വാഗമണിൽ നിന്നും 30 കിലോമീറ്ററുണ്ട്. ഒട്ടനവധി ഔഷധ സസ്യങ്ങൾക്കും പേരുകേട്ടതാണ് ഇല്ലിക്കക്കല്ല്. ഇപ്പം ഞാനവിടെ എത്തിയപ്പോഴത്തേക്ക് സഞ്ചാരികളുടെ ബാഹുല്യം കാരണം എനിക്ക് ഒരുപാടൊന്നും ക്ലിപ്പിങ്സ് ഒന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇല്ലിക്കക്കല്ല് ഫോട്ടോ പോയിന്റിൽ മാരകമായ തിരക്കായിരുന്നു. ഒരു KSRTC ബസ്സിലുണ്ടായിരുന്ന ആളുകൾ മൊത്തം അവിടെ ഉണ്ടായിരുന്നേ. അത് കാരണം എനിക്ക് നാച്ചുറലായിട്ടൊന്നും പറയാനും എൻ്റെ സ്വാഭാവികമായ രീതിയിൽ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റില്ല. തിരക്കുള്ള ദിവസങ്ങളിൽ വരരുത് നമ്മളപ്പോൾ ഉള്ളവരെന്നുള്ള പാഠം ഞാൻ ഇനിയും പഠിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് ജോബ് ഉപേക്ഷിച്ചിട്ട് വർക്കിംഗ് ഡേയ്സിൽ വരാനും പറ്റില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇമാതിരിയുള്ള പ്രദേശത്ത് വരുവാണെങ്കിൽ ഡ്രോൺ വിഷ്വലൊക്കെ മസ്റ്റാണ്. തൽക്കാലം ഇപ്പം നമുക്ക് ഡ്രോൺ വിഷ്വലിനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതിനാൽ ഇങ്ങനെയൊക്കെ തന്നെ പോട്ടല്ലേ. ഞാൻ തിരിച്ചിറങ്ങും കേട്ടോ. ഇല്ലിക്കക്കല്ലിൻ്റെ വേറൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ആട്ടോ. ഇതൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. ഇവിടെ ഇരുന്ന് വ്യൂ ആസ്വദിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നേരുടെ ബെഞ്ച് ഉണ്ട്. നോക്കിക്ക് ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അടിപൊളി വ്യൂ. പിന്നെ ഇല്ലിക്കക്കല്ലിൻ്റെ ബാക്കിൽ കൂടെ നമുക്ക്
എൻട്രൻസ് ഉള്ള കേട്ടോ. അതിലൂടെ വരുവാണെങ്കിൽ കുറച്ചുകൂടെ സ്വാഭാവികമായ രീതിയിലുള്ള ട്രക്കിങ് നമുക്ക് ചെയ്ത് തരാൻ അധികം മാത്രമല്ല കിഡിലിന ഒന്നും പറയാനില്ല. പുതിയതായിട്ട് റോഡാട്ടോ. അങ്ങനെയാതെ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത് ഇവിടെ വേറൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. മഴക്കാലത്തൊക്കെ വരുവാണെങ്കിൽ ഇവിടെയൊക്കെ വേറെ വൈബായിരിക്കും. ഇതുവഴി ഒരു വഴി കിടക്കുന്നുണ്ട്. ഞാൻ ഇതുവഴി ഒന്ന് നടന്നു പോയി നോക്കട്ടെ. വല്ല നീലക്കൊടുവേലിയോ കിട്ടുമെന്ന് നോക്കാം. നമ്മുടെ ആട് സിനിമയിലെ ഡ്യൂഡ് തിരക്കി വന്ന നീലക്കൊടുവേലി ഈ ഇല്ലിക്കക്കല്ലിൽ കാണപ്പെടുമെന്ന് പറയപ്പെടുന്നുണ്ട്. കിട്ടുമോ ഒന്ന് പോയി നോക്കട്ടെ കേട്ടോ. നീലക്കൊടുവേലി സമ്പത്ത് കൊണ്ടുവരുമെന്ന് പറയപ്പെടുന്നത്. ഇല്ലിക്കല്ലിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് കാണപ്പെടുന്നൊരു ചെറിയ പാറക്കൂട്ടങ്ങളുണ്ട്. അത്യാവശ്യം നല്ല ഫോട്ടോജനിക്കായ ഒരു ഏരിയ ആയിട്ട് അങ്ങോട്ട് ഒന്ന് പോയി നോക്കാവേ. വെഡിങ് ഫോട്ടോഗ്രാഫിക്കും സേവ് ദ ഡേറ്റിനൊക്കെ പറ്റിയ സ്ഥലമാട്ടത്. അടിപൊളി നൈസ് വ്യൂ തന്നെ. ഇതിലേക്ക് താഴോട്ടൊന്നും ഇറങ്ങിച്ചില്ല. ഇവിടെ മഴക്കാലത്തൊക്കെ ഈ രണ്ട് സൈഡിലെ പുൽച്ചെടികളൊക്കെ ഈ കാറ്റത്ത് നിന്ന് കാണുമ്പോഴത്തേക്കുള്ള ഭംഗി അത് വേറെ ലെവലാണ്. അങ്ങനെ ഞാൻ ഇല്ലിക്കക്കല്ലിൻ്റെ പടി ഇറങ്ങുകയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. അടുത്ത വ്ലോഗിൽ കാണുന്നവരെ താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.